നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം 1000-ൽ താഴെയായി. മാസങ്ങൾക്ക് ശേഷമാണ് പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഇന്നലെ മുതൽ ഇങ്ങനെ കുറഞ്ഞത്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പ്രകാരം ഇന്ന് 984 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. നിലവിലെ രോഗികളിൽ 1014 പേർ സുഖം പ്രാപിച്ചു. രാജ്യവ്യാപകമായി 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യമാകെ ഇന്ന് 1,10,996 RT-PCR പരിശോധനകൾ നടന്നു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,31,935 ആയി. ഖത്തറിൽ 218 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 134 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് രോഗബാധ പടർന്നത്. 84 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 146 പേരാണ് ഇന്നലെ രോഗമുക്തരായത്. ഇന്നലെ പുതിയ മരണങ്ങളില്ല. നിലവിലുള്ള ആകെ രോഗികളുടെ എണ്ണം 2242 ഉയർന്നു. 20,562 പേർക്കാണ് പരിശോധന നടത്തിയത്. 71 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നു. UAE-യിൽ 1520 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1481 പേർ സുഖം പ്രാപിക്കുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തു. പുതിയതായി നടത്തിയ 2,73,251 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 6 ലക്ഷത്തിൽ പരം പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 6,67,074 പേർ രോഗമുക്തരാകുകയും 1,969 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 20,966 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. ദുബായ് വിസയുള്ളവർക്ക് മാത്രമായിരിക്കും ദുബായ് വിമാനത്താവളത്തിലേക്ക് പ്രവേശനം എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. അബുദാബി വിസക്കാർക്ക് മാത്രമായിരിക്കും അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയുക. ഓഗസ്റ്റ് 5-ന് മുൻപെടുത്ത പെർമിഷൻ GDRFA അംഗീകരിക്കില്ലെന്നും പുതിയ പെർമിഷൻ എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ മറ്റ് റേറ്റിലുള്ളവർ ഷാർജയിലേക്കോ റാസൽ ഖൈമയിലേക്കോ ടിക്കറ്റ് എടുക്കേണ്ടി വരും. എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയ പുതിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കോവിഡ് വ്യാപനം തുടരുന്ന രാജ്യങ്ങളുടെ റെഡ് ലിസ്റ്റ് ബഹ്റൈൻ പുതുക്കി. ഈ പട്ടികയിൽ ഇന്ത്യയും തുടരുമെന്നും വ്യക്തമാക്കി. ജോർജിയ, യുക്രൈൻ, മലാവി എന്നിവ കൂടി റെഡ് ലിസ്റ്റിൽപ്പെട്ടതോടെ ആകെ 25 രാജ്യങ്ങൾ ആയി. സ്വദേശികളും ബഹ്റൈനിൽ സ്ഥിരതാമസ വിസയുള്ളവരും ഒഴികെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ 14 ദിവസങ്ങൾക്കുള്ളിൽ ട്രാൻസിറ്റ് ചെയ്തവർക്കും ബഹ്റൈനിൽ പ്രവേശനാനുമതിയില്ല. യാത്രയ്ക്ക് അനുമതിയുള്ളവർ യാത്രയ്ക്ക് മുമ്പുള്ള 48 മണിക്കൂറിൽ PCR പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണമെന്നും അറിയിച്ചു. കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ചാൽ ഖത്തറിൽ 3 വർഷം വരെ തടവും പരമാവധി 2 ലക്ഷം റിയാൽ പിഴയും ശിക്ഷ. എന്നാൽ ചില കേസുകളിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ലഭിക്കുക. നിയമലംഘനത്തിന്റെ സ്വഭാവം കണക്കിലെടുത്താണ് ശിക്ഷ തീരുമാനിക്കുകയെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, മൊബൈൽ ഫോണിൽ ഇത്രാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വാഹനങ്ങളിൽ മിതമായ യാത്രക്കാരെ കയറ്റുക എന്നിവ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള ബഹ്റൈനി പൗരന്മാർക്കും താമസ വിസയുള്ള പ്രവാസികൾക്കും യാത്രാനുമതി നൽകി ബഹ്റൈൻ. സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ബഹ്റൈൻ ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. 2015-ൽ മക്കയിലെ ഹറമിലുണ്ടായ ക്രെയിൻ ദുരന്തത്തിലെ ബിൻ ലാദൻ ഗ്രൂപ്പിൽപ്പെടെയുള്ള 13 പ്രതികളെയും വെറുതെ വിട്ട മക്ക ക്രിമിനൽ കോടതിയുടെ വിധി അപ്പീൽ കോടതി ശരിവച്ചു. ഇതോടെ 6 വർഷത്തോളമായി തുടരുന്ന നിയമ പോരാട്ടത്തിന് തിരശ്ശീല വീണു. ഹജ്ജിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 2015 സെപ്റ്റംബർ 11 വെള്ളിയാഴ്ചയുണ്ടായ ദുരന്തത്തിൽ മലയാളി ഹജ്ജ് തീർത്ഥാടകർ അടക്കം 108 പേർ മരിക്കുകയും 238 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. താമസ വാടക ചെലവ് ഉയർന്ന രാജ്യങ്ങളിൽ UAE ലോകത്ത് 4-ാം സ്ഥാനത്തെന്ന് പഠന റിപ്പോർട്ട്. വരുമാനത്തിന്റെ 40% വാടക ഇനത്തിൽ UAE-ലുള്ളവർ ചെലവാക്കുന്നതാണ് കണ്ടെത്തൽ. 3 കിടപ്പുമുറിയുള്ള അപ്പാർട്ട്മെന്റിന് ശരാശരി 7,076 ദിർഹമാണ് ചെലവ്. സെപ്റ്റംബറിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 2,217 അധ്യാപകരെ വിദേശത്ത് നിന്ന് കൊണ്ടുവരും. 1.5 വർഷത്തോളം രാജ്യത്തിന് പുറത്ത് കുടുങ്ങിക്കിടന്ന ശേഷമാണ് ഇവരിൽ ഭൂരിഭാഗവും കുവൈറ്റിലേക്ക് തിരിച്ചെത്തുന്നത്. പലരുടെയും ഇഖാമ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പുതിയ വിസ നൽകേണ്ടി വരും. രാജ്യത്ത് പുതിയ വിസ നൽകി തുടങ്ങിയിട്ടില്ല. അധ്യാപകരുടെ വിഷയം പ്രത്യേകമായി പരിഗണിക്കും. നേരത്തെ ഇഖാമ കാലാവധി അവസാനിച്ച അധ്യാപകരും അവരുടെ വിവരം വിദ്യാഭ്യാസ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. ഇവർക്ക് എൻട്രി വിസയിൽ വരാൻ സൗകര്യം ഒരുക്കുന്നതിനായിരുന്നു ഇത്. എൻട്രി വിസയിൽ വരാൻ അനുവദിച്ച് ഇവിടെ എത്തിയ ശേഷം ഇഖാമ പുതുക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പരിഗണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.